നമ്മുടെ ഭൂമിക്ക് മുകളിലായി ഒരു ഭീമൻ കുട. ഇത് സാധാരണ കുട പോലെയല്ല. ഈ കുടയ്ക്ക് ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്താനുള്ള കഴിവുണ്ട്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും പറ്റിയല്ല, നമ്മുടെ ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓസോൺ പാളിയെ പറ്റിയാണ്. ഓസോൺ പാളി എന്ന മനുഷ്യരാശിയെ തന്നെ രക്ഷിക്കുന്ന ആ ഭീമൻ കുടയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ നേരെ വീഡിയോയിലേക്ക്. ഓസോൺ പാളിയെ പറ്റി അറിയുന്നതിന് മുമ്പ് എന്താണ് ഓസോൺ എന്ന് നമ്മൾ ആദ്യം അറിയണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു തന്മാത്ര, അതാണ് ഓസോൺ. സൂര്യരശ്മികളുടെ സഹായത്തോടെയാണ് ഓസോൺ എന്ന വാതകം ഉണ്ടാകുന്നത്. വ്യക്തമായി പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ തന്മാത്രയിലേക്ക് സൂര്യപ്രകാശം വീഴുന്നത് വഴി ആ ഓക്സിജൻ തന്മാത്ര 2 ഓക്സിജൻ ആറ്റമായി വിഘടിക്കുന്നു. ഈ ഓരോ ഓക്സിജൻ ആറ്റത്തിലേക്ക് അന്തരീക്ഷത്തിലുള്ള മറ്റേതെങ്കിലും ഓക്സിജൻ തന്മാത്ര ചേരുന്നതോടുകൂടി അത് കൂടിച്ചേർന്ന് O3 എന്ന് പറയുന്ന ഓസോണായി മാറുന്നു. ഇങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ഓസോൺ എന്ന വാതകം ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ എന്ന വാതകത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതായത് ഭൂമിയിൽ നിന്നും ഏകദേശം 10 മുതൽ 40 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. 1913 ചാൾസ് ഫാബ്രിയും ഹെൻറി ബുസണും എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാരാണ് ഓസോൺ പാളിയെ കണ്ടെത്തിയത്. ഒരു പ്രത്യേക ഗന്ധമുള്ള ഒരു വാതകമാണ് ഓസോൺ എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷോൺ ബീൻ എന്ന ശാസ്ത്രജ്ഞനാണ് 1839 ഓസോൺ എന്ന വാതകത്തെ വേർതിരിച്ചെടുത്തതും ആ വാതകത്തിന് ഓസോൺ എന്ന പേര് നൽകിയതും. 1865 ഓസോൺ എന്നത് 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ഒരു തന്മാത്രയാണ് എന്ന് തിരിച്ചറിയുകയുണ്ടായി. ആദ്യകാലത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വിചാരിച്ചിരുന്നത് ഓസോൺ എന്ന് പറയുന്ന വാതകം ആരോഗ്യത്തിന് വളരെ നല്ലതായിരുന്നു എന്നാണ്. എന്നാൽ പിന്നീടുള്ള കാലങ്ങളിൽ ഇത് ശരിയല്ല എന്ന് തെളിയുകയുണ്ടായി. ഓസോൺ കലർന്ന വായു നാം ശ്വസിക്കുന്നതിലൂടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലായതോടെ ഓസോൺ എന്നത് ഒരു വില്ലൻ വാതകമായി കണക്കാക്കുവാൻ തുടങ്ങി. കാര്യമൊക്കെ ശരി തന്നെ, ഓസോൺ മനുഷ്യന് ഹാനികരമായ ഒരു വാതകം തന്നെയാണ്. എന്നാൽ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രക്ഷകനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സ്കിൻ ക്യാൻസർ പോലെയുള്ള അതിമാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്ന സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയിലെ ജീവജാലങ്ങളെ രക്ഷിക്കുക എന്ന വലിയൊരു നന്മയാണ് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളി ചെയ്യുന്നത്. ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. ഇതിൽ ആർട്ടിക് ധ്രുവപ്രദേശത്താണ് അന്റാർട്ടിക്കിനേക്കാൾ കൂടുതൽ കനമുള്ള ഓസോൺ പാളി ഉള്ളതും. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുടയിൽ എന്തെങ്കിലും തുള വീണിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഭൂമിക്ക് കുടയായി നിൽക്കുന്ന ഓസോൺ പാളിക്ക് വിള്ളൽ വീണാലോ എന്തായിരിക്കും അവസ്ഥ? വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ പലതരം രാസവസ്തുക്കൾ അന്തരീക്ഷത്തിന്റെയും പരിസ്ഥിതിയുടെയും സന്തുലിതാവസ്ഥ തകർത്ത 21ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഓസോൺ പാളിയും ദുർബലമാകുന്നു എന്ന സത്യം ഗവേഷകർ തിരിച്ചറിഞ്ഞത്. 1912 ആദ്യമായി ഓസോൺ പാളി ദുർബലമാകുന്നു എന്ന റിപ്പോർട്ട് വന്നത്. അന്റാർട്ടിക്കയിലേക്ക് പോയ ചില പരിവേഷകർ ധ്രുവപ്രദേശത്തിന് മുകളിലായി ചില പ്രത്യേകതരം മേഘങ്ങളെ കണ്ടതായിരുന്നു അത്. പക്ഷെ അന്നൊക്കെ ഈ നിരീക്ഷണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. 1970കളിൽ നടന്ന ഗവേഷണങ്ങളോടെയാണ് ഈ പ്രശ്നത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ശാസ്ത്രലോകത്തെ ബോധ്യപ്പെടുത്തിയത്. 1985 3 ശാസ്ത്രജ്ഞർ അടങ്ങിയ ഒരു സംഘം തങ്ങളുടെ ഗവേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നാസയുടെ നേതൃത്വത്തിലെടുത്ത ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഈ സംഭവത്തിന്റെ ഗൗരവം ലോകത്തിന് ബോധ്യമായത്. പിന്നീട് നടന്ന പഠനങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഓസോൺ പാളിക്ക് വിള്ളൽ വീഴുന്നത് എന്നതായിരുന്നു. ഇതിൽ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട രാസവസ്തുക്കളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായത്. റെഫ്രിജറേറ്ററുകൾ അടക്കമുള്ള പല ഉപകരണങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ഈ വാതകത്തിലെ ക്ലോറിൻ സാന്നിധ്യമാണ് പ്രശ്നമെന്ന് കണ്ടെത്തി. അന്തരീക്ഷത്തിലെത്തുന്ന ക്ലോറിൻ വാതക തന്മാത്രകൾ ഓസോണിനെ വിഘടിപ്പിക്കുമെന്നും അതിനുശേഷം അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിന്ന് വീണ്ടും അതേ പ്രവർത്തനം തുടരുകയും ചെയ്യും എന്നായിരുന്നു ഗവേഷകരുടെ കണ്ടെത്തൽ. ഓരോ ക്ലോറിൻ ആറ്റത്തിനും
10,000-കണക്കിന് ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബണുകളെ കൂടാതെ തന്നെ ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ, കാർബൺ ടെട്രാക്ലോറൈഡ്, ഹൈഡ്രോ ബ്രോമോ ഫ്ലൂറോ കാർബണുകൾ എന്നിവയ്ക്ക് ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്താൻ ശേഷിയുള്ളവരാണ്. ഓസോൺ പാളിയെ തകർക്കുന്ന വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും നിയന്ത്രിക്കാനും നിരോധിക്കാനുമായി രാജ്യാന്തര തലത്തിൽ നിലവിൽ വന്ന ധാരണയാണ് മോൺട്രിയോൾ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്നത്. 1987 സെപ്റ്റംബർ 16 വന്ന ഈ ഉടമ്പടി 1989 ജനുവരി മുതൽ പ്രാബല്യത്തിലായി. 1987 മോൺട്രിയോൾ പ്രോട്ടോകോൾ ഒപ്പുവെച്ച ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിരുന്നു സെപ്റ്റംബർ 16 നാം ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1994 സെപ്റ്റംബറിനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഓസോൺ ദിനം ആചരിച്ചത്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ മാതൃകയായി വയ്ക്കാവുന്ന ദിവസങ്ങളിൽ ഒന്നുകൂടിയാണ് ഓസോൺ ദിനം.